അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാരെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി. ആ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അള്ളാഹു നമ്മുടെ മുന്നിൽ അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള മാർഗം അത് മാത്രമേ ഉള്ളൂ. ഏതാണത്? വേദഗ്രന്ഥങ്ങളിലൂടെ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുക. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന മുഴുവൻ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ. അള്ളാഹുവിനെ പറ്റി സമൂഹം മനസ്സിലാക്കുന്നില്ല, അള്ളാഹുവിനെ പറ്റി സമൂഹം പഠിക്കുന്നില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സമൂഹത്തിൽ ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടന്നു വന്നിട്ടുള്ളത്. ഏത് അള്ളാഹുവിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നേ? വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. ഏത് അള്ളാഹുവിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ 6236 വചനങ്ങളിലൂടെ 6000-ലധികം വരുന്ന വചനങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്ന അള്ളാഹു, ആ അള്ളാഹുവിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഫിർഔനിനെ ചെങ്കടലിൽ മുക്കിക്കൊന്ന അള്ളാഹു, അക്രമികളായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ വലിയ വെള്ളപ്പൊക്കത്തിൽ മുക്കി നശിപ്പിച്ച അള്ളാഹു, ആദ് സമൂദ് ഗോത്രങ്ങളെ നശിപ്പിച്ച അള്ളാഹു, ആ അള്ളാഹുവിനെയാണ് നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കാൻ പോകുന്നത്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. ആ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരു തരത്തിലുള്ള ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും ഈ പ്രപഞ്ചത്തിലെ ആകാശവും ഭൂമിയും സർവചരാചരങ്ങളും മറു തട്ടിലും വച്ചാൽ ഭാരം തൂങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ടിനായിരിക്കും. എന്താ കാരണം? അത്രയും വിശാലമായ ഒരു ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹിക്കുന്നുണ്ട്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട വിഷയമാണ്. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മക്കളെ ഉപദേശിച്ച ഉപദേശം, മൂസാ നബി അലൈഹിസ്സലാം സമൂഹത്തെ ഉപദേശിച്ച ഉപദേശം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വവും സ്ഥാനവും പഠിപ്പിക്കുന്നു. ആകാശവും ഭൂമിയും ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറു തട്ടിലും വച്ചാൽ ഭാരം തൂങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ടിനായിരിക്കും. കാരണം എന്താ? അത്രയും വിശാലമായ ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നത്. വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ആശയം, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന 6236 വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ആശയം, അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ആശയം, അതാണ് നമുക്ക് ബോധ്യപ്പെടുക. അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനോ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയർപ്പിക്കാനോ തയ്യാറാവൂല. വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ മുഴുവനും തൗഹീദാണ്. അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള പഠനം തൗഹീദാണ് പരിശുദ്ധ ഖുർആനിന്റെ മുഖ്യ വിഷയം. ഖുർആൻ എടുത്തു നോക്കിയാൽ തൗഹീദുമായി ബന്ധപ്പെടാത്ത ഒന്നും നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയൂല. എന്താ കാരണം? പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യം അള്ളാഹുവിനെ പറ്റിയിട്ടാണ്. അള്ളാഹുവിന്റെ സമ്പൂർണതയുടെ ഗുണങ്ങൾ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. മറ്റൊരു ഭാഗം അള്ളാഹുവിനോട് അടിമ ചെയ്യേണ്ടുന്ന കടമകൾ, തൗഹീദിന്റെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. രണ്ട് രൂപത്തിലുള്ള തൗഹീദ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസിലൂടെയും അതുപോലെ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനിലൂടെയും അല്ലാഹു തആല പഠിപ്പിക്കുന്ന തൗഹീദ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിലൂടെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ഭാഗം അതാണ് തൗഹീദുൽ ഇൽമിയ്യ വൽ ഖബരിയ്യ, ഇൽമുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിനെ പറ്റി വിശദീകരിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അത് അള്ളാഹുവിന് മാത്രം നമ്മൾ വകവച്ചു കൊടുക്കണം. അതിൽ നമ്മൾ ഒരു സൃഷ്ടിയെയും പങ്കുചേർക്കാൻ പാടുള്ളതല്ല.
അള്ളാഹുവിന് പറയുന്ന കാര്യങ്ങൾ അതിലൊരു സൃഷ്ടിയെ നമ്മൾ പങ്കുചേർക്കാൻ പാടില്ല. അപ്പോഴാണ് പരിപൂർണ മുവഹിദീങ്ങളാവുകയുള്ളൂ. അള്ളാഹുവിന്റെ സത്തയെപ്പറ്റി ഏതെല്ലാം രൂപത്തിലാണോ അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ സമ്പൂർണതയുടെ ഗുണങ്ങളെപ്പറ്റി ഏത് രൂപത്തിലാണോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, അത് അള്ളാഹുവിന് വകവെച്ചു കൊടുക്കണം. അള്ളാഹു അല്ലാത്തതിൽ നിന്ന് അതിനെ നിഷേധിക്കുകയും വേണം. അപ്പോഴാണ് നമ്മൾ പരിപൂർണ മുവഹിദുകളാവുകയുള്ളൂ. സലഫിയായതിനു ശേഷമാണ് തൗഹീദിന്റെ ഈ രണ്ട് ഭാഗങ്ങൾ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറെ ദിക്ർ ഹൽക്കയിൽ പങ്കെടുത്തത് കൊണ്ട് ഒരു മനുഷ്യന്റെ തൗഹീദ് പൂർണ്ണാവൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഇസ്ബാത്തിന്റെയും നഫിയുടെയും ഭാഗങ്ങൾ. സമ്പൂർണതയുടെ ഗുണങ്ങൾ മുഴുവനും അള്ളാഹുവിൽ സ്ഥിരപ്പെടുത്തുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തതിൽ നിന്ന് അതിനെ നിഷേധിക്കുകയും വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉലൂഹിയത്തിന്റെ ഇഅ്തിബാറാത്തുകൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, അള്ളാഹു അല്ലാത്ത ഒന്നിലും ഇല്ല. ഈ ആശയം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആകാശഭൂമിയേക്കാൾ കനം തൂങ്ങുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് മനസ്സിലാകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും ആകാശഭൂമി മുഴുവൻ മറ്റൊരു തട്ടിലും വെച്ചാൽ കനം തൂങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ ആശയമാണ്. സമ്പൂർണതയുടെ സർവ്വഗുണങ്ങളും അള്ളാഹുവിൽ മാത്രം സ്ഥാപിക്കുന്നു. അല്ലാത്ത സർവ്വചരാചരങ്ങളിൽ നിന്നും അതിനെ നിഷേധിക്കുകയും വേണം. അപ്പോഴാണ് നമ്മുടെ തൗഹീദ് പൂർണ്ണമാകുന്നത്. ഇവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ വക്താക്കൾക്ക് പിഴവ് സംഭവിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് പറയുന്ന ഗുണങ്ങൾ അള്ളാഹുവിനെ സ്ഥാപിക്കുന്നതിന് അവർക്ക് കുഴപ്പമില്ല. അള്ളാഹു അല്ലാത്തതിൽ നിന്ന് നിഷേധിക്കേണ്ട രംഗം വരുമ്പോൾ അവരതിന് തയ്യാറാകുന്നില്ല. അബ്ദുൽ ഖാദർ ജീലാനിയെ പറ്റി പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു, ശഅനുഹു കുൻ ഫയകൂൻ. ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ ശഅൻ എന്താണ്, അതിനോട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി, ആ കാര്യം ഉണ്ടാകും. ഇത് അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പഠിപ്പിക്കുക. ഇത് അള്ളാഹുവിന് മാത്രം സ്ഥാപിക്കുമ്പോഴേ നമ്മൾ മുവഹിദുകളാവുകയുള്ളൂ, നമ്മുടെ തൗഹീദ് പൂർണ്ണാവുകയുള്ളൂ. ഇത് അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടിയിൽ നമ്മൾ സ്ഥാപിച്ചാൽ നമ്മുടെ തൗഹീദ് പൊളിഞ്ഞു, നമ്മുടെ തൗഹീദിന് കോട്ടം സംഭവിച്ചു. അബ്ദുൽ ഖാദർ ജിലാനിയെ പറ്റി പറയുന്നു, എന്നുടെ ഏകലുടയോവൻ തന്റേകൽ ആകുന്ന ഞാൻ ചെൽകിൽ ആകും അതെന്നോവർ. ശഅനുഹു കുൻ ഫയകൂൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ശഅൻ മാത്രമല്ല, അബ്ദുൽ ഖാദർ ജീലാനിയുടെയും കൂടെ ശഅനാണ്. അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കുന്നു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ. എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അബ്ദുൽ ഖാദർ ജീലാനിയെ പറ്റി പഠിപ്പിക്കുന്ന എന്താ? എവിടെ നിന്ന് വിളിച്ചാലും വായു കൂടാതെ ഉത്തരം നൽകുന്നവനാണ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് മുഹ്യിദ്ദീൻ മാലയുടെ സമൂഹത്തിലൂടെ പഠിപ്പിക്കുക. അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ആ വിഷയം അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തതിൽ നമ്മൾ വകവെച്ചു കൊടുക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിനെ പറ്റി നമ്മൾ പഠിക്കരുത്, അള്ളാഹുവിനെ പറ്റി നമ്മൾ അറിയരുത് എന്ന് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ പ്രസംഗിക്കാനുണ്ടായ കാരണം. അള്ളാഹുവിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കുന്ന സമ്പൂർണതയുടെ വിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടി വരും. എങ്കിലേ നമ്മുടെ തൗഹീദ് പൂർണ്ണമാവുകയുള്ളൂ. അള്ളാഹു അല്ലാത്തതിൽ നിന്ന് മുഴുവൻ സൃഷ്ടിചരാചരങ്ങളിൽ നിന്നും അതിനെ നിഷേധിക്കുകയും വേണം. അപ്പോഴാണ് നമ്മുടെ തൗഹീദ് പൂർണ്ണമാവുള്ളൂ. ഇങ്ങനെ തൗഹീദിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളും അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ പറ്റി പഠിക്കേണ്ടതില്ല, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി പഠിച്ചാൽ മതി എന്ന് നമ്മുടെ സമീപ പ്രദേശത്ത് നിന്ന് പണ്ഡിതന്മാർ പ്രസംഗിക്കാനുണ്ടായ കാരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, അള്ളാഹുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ പറ്റി പഠിക്കാനുള്ള മാർഗം പരിശുദ്ധ ഖുർആനാണ്, അദ്ദിക്ർ. ആ പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിലൂടെ നാഥനായിരിക്കുന്ന അള്ളാഹുവിനെ നമ്മൾ സ്മരിക്കണം. എങ്കിലേ നമുക്ക് അള്ളാഹുവിനെ സ്മരിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഭാവന കൊണ്ട് അള്ളാഹിനെ പറ്റി നമുക്ക് ഓർക്കാൻ കഴിയൂല. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ പ്രപഞ്ചത്തിലെ ഏത് പദാർത്ഥങ്ങളും ഏത് വസ്തുക്കളെയും വസ്തുതകളെയും പറ്റി നമ്മൾ പഠനം നടത്തിയാലും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സംവിധായകനുണ്ട് എന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ ലളിതമായി ഏവർക്കും മനസ്സിലാകുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് സമർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിലൂടെ. നമുക്കറിയാം,
നമ്മുടെ നാടുകളിൽ വളരുന്ന സസ്യലതാദികളെ പറ്റി നമ്മളൊന്ന് പഠിച്ചു നോക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് ചോദിക്കുകയാ, സസ്യങ്ങൾ, നമ്മുടെ നാടുകളിൽ വളരുന്ന വിഭിന്നങ്ങളായ സസ്യങ്ങൾ, ആ സസ്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. ഈത്തപ്പനയും മുന്തിരിയും അതുപോലെ തന്നെ തെങ്ങുകളും അടക്കാമരവും മാവും പ്ലാവും ഒക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി വളരുന്നു. എന്നാൽ ഇതൊക്കെയും നനയ്ക്കപ്പെടുന്നത് ഒരേ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരേ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നനയ്ക്കപ്പെടുന്ന ഈ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങൾ വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആകസ്മികമായിരുന്നു ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ആസൂത്രകനില്ലായിരുന്നുവെങ്കിൽ, ഇത് ആകസ്മികമായി സംഭവിക്കുന്നതായിരുന്നു ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസങ്ങളുമെങ്കിൽ, ഒരേ ജലം കൊണ്ട് നനയ്ക്കപ്പെടുന്ന സസ്യങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ഫലങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കണമായിരുന്നു. എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ഒരേ ഫലങ്ങൾ ലഭിക്കണമായിരുന്നു. എന്നാൽ വ്യത്യസ്തമായ ഫലങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യനെ പറ്റിയിട്ടും ജീവജാലങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലൊരു ആസൂത്രകനുണ്ട്. ഇത് ആകസ്മികമല്ല, ഇതിന്റെ പിന്നിൽ ഒരു സംവിധായകനുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ സമ്മതിക്കേണ്ടി വരുന്നു. പക്ഷെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, ആ അള്ളാഹുവിനെ പറ്റി എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാ അള്ളാഹുവിനെ പറ്റി നമ്മൾ വിശ്വസിക്കേണ്ടത്, അത് പറയാൻ ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് സാധ്യമല്ല. ഏതെങ്കിലും തത്വചിന്തകന്മാരുടെ ചിന്ത കൊണ്ടത് ആ വിഷയത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയൂല. അബുൽ ഹസൻ അശ്അരിയും അബൂ മൻസൂരിൽ മാതുരിദിയെയും പോലുള്ള തർക്കശാസ്ത്ര വിശാരദന്മാരെ കൊണ്ട് അവരുടെ ബുദ്ധി ശക്തി കൊണ്ട് അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കാൻ പറ്റൂല. അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് വേദഗ്രന്ഥത്തിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദിഖർ എന്ന് വിശേഷിപ്പിച്ചത്. ഇന്നാ നഹ്നു നസ്സൽന അദ്ദിഖറ വ ഇന്നാ ലഹു ലഹാഫിളൂൻ ഇൻ ഹുവ ഇല്ലാ ദിക്റും വ ഖുർആനും മുബീൻ. ഇത് വെറും ഖുർആൻ മാത്രമല്ല, ഇത് അദ്ദിഖറാണ്. ഈ ഖുർആനിന്റെ ആശയം ഹൃദയത്തിന്റെ ഭാഷയിൽ മനുഷ്യനോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഖുർആനിന്റെ ആശയം, അതിനാണ് അദ്ദിഖർ എന്ന് പറയുന്നത്. ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥങ്ങളുടെ ആശയം ഒന്നു തന്നെയായിരുന്നു. തൗറാത്തിന്റെയും അദ്ദിഖർ ഒന്ന് തന്നെയാണ്. ഇഞ്ചീലിലും പരാമർശിക്കപ്പെടുന്ന അദ്ദിഖർ ഒന്ന് തന്നെയാണ്. എല്ലാത്തിന്റെയും ആശയം ഒന്ന് തന്നെയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇവിടെ പല പണ്ഡിതന്മാരെ പറ്റിയിട്ടും പറയും. സമസ്തയുടെ മുൻകാല നേതാക്കന്മാരിൽ ഒരു മനുഷ്യനെ പറ്റി അദ്ദേഹത്തിന്റെ പേര് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ചോക്കുകൊണ്ട് ബോർഡിൽ പരിശുദ്ധ ഖുർആൻ എഴുതുമായിരുന്നില്ല. കാരണം ആ ചോക്കിന്റെ പൊടി നിലത്ത് വീഴുമ്പോൾ അതിൽ ചവിട്ടേണ്ടി വരുമല്ലോ എന്ന ഭയം കൊണ്ട് അദ്ദേഹം പരിശുദ്ധ ഖുർആൻ ബോർഡിൽ എഴുതുമായിരുന്നില്ല. സമസ്തയുടെ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനെ ബഹുമാനിച്ച കാര്യം പറഞ്ഞ് പഠിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ എഴുതിയാൽ ആ എഴുതിയ ചോക്കിന്റെ പൊടി നിലത്ത് വീണാൽ ആ നിലത്ത് വീഴുന്ന പൊടിയിൽ ചവിട്ടുന്നത് പോലും ഖുർആനിനോടുള്ള അപരാധമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ പിച്ചിച്ചിന്തുന്നതിന് യാതൊരുവിധ ഗൗരവവും കൊടുത്തില്ല. അതിലവർ യാതൊരുവിധ അധപകേടും കണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. ഈ വേദഗ്രന്ഥം തെറ്റായ രൂപത്തിൽ പഠിപ്പിക്കപ്പെടുകയും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ചയർപ്പിക്കാനും അല്ലാഹുവല്ലാത്തവരുടെ മുന്നിൽ ഇഅ്തികാഫിരിക്കാനും അല്ലാഹുവല്ലാത്തവരുടെ മുന്നിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാനും ഈ പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ഓതി പരിശുദ്ധ ഖുർആനിനെ വളച്ചൊടിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ഛിന്ന ഭിന്നമാക്കപ്പെടുമ്പോൾ അതിലൊന്നും യാതൊരുവിധ അധപകേടും ഇവർ കണ്ടിരുന്നില്ല. എത്ര നിസ്സാരമായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ ഇവർ കണ്ടിരുന്നത്. എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പണ്ഡിതന്മാര് തന്നെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ കാണാം, ഖുർആനുമായി ബന്ധപ്പെട്ട പരാമർശം വരുമ്പോൾ അതിന്റെ ആശയം പറയാറുണ്ടായിരുന്നില്ല ഉസ്താദുമാർ. ഈ ക്യാസം മുസ്ലിയാർ എഴുതി വെച്ചതാ, ഖുർആനിന്റെ ആശയം അർത്ഥം പറയാറുണ്ടായിരുന്നില്ല, ഖുർആൻ പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് മഹാപാപമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നു. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. എന്നാൽ ഈ ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് വെറും ഖുർആൻ മാത്രമാണെന്നാണോ? ഇൻ ഹുവ ഇല്ലാ ദിക്റും വ ഖുർആനും മുബീൻ. ഇത് വെറും ഖുർആൻ മാത്രമല്ല, ദിക്റും വ ഖുർആനും മുബീൻ. ഇത് ദിക്റും ഖുർആനും മുബീനുമാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ഖുർആൻ നമ്മോട് സംവദിക്കുന്നുണ്ട്. ഈ ഖുർആനിന്റെ ആശയത്തിനാണ് അദ്ദിഖർ എന്ന് പറയുന്നത്. തൗറാത്തിന്റെ ആശയത്തിനാണ് അദ്ദിഖർ എന്ന് പറയുന്നത്. ഇഞ്ചീലിന്റെ ആശയത്തിനാണ് അദ്ദിഖർ എന്ന് പറയുന്നത്.
അള്ളാഹു അവതരിപ്പിച്ച അദ്ദിക്റിനെ അള്ളാഹു ഈ ഭൂമിലോകത്ത് സംരക്ഷിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ. അള്ളാഹു ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥത്തിന്റെ ആശയം ഇവിടെ സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. ആ അദ്ദിക്ർ നമ്മൾ പഠിക്കണം. അത് പഠിച്ചിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അള്ളാഹു വിശേഷിപ്പിക്കുന്നത് കാഫിറുകൾ എന്നാണ്. അള്ളാഹു പറയുന്നുണ്ട്, കാഫിറുകളിലേക്ക് നരകത്തെ നാം അടുപ്പിക്കും. ഈ അള്ളാഹുവിനെ മനസ്സിലാക്കാന്ന് പറയുമ്പോ ഖുർആൻ പറയേണ്ടി വരും. ഖുർആനിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഖുർആനുമായി ബന്ധപ്പെട്ട ആ ഖുർആനിനെ പറ്റി അള്ളാഹു പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിശദീകരിക്കുന്നത്. അള്ളാഹുവിനെ അറിയുക എന്നുള്ള വിഷയമാണല്ലോ പറയുന്നത്. പിന്നെന്തിനാ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നതെന്ന് പറയണ്ട. കാരണം അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഖുർആൻ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം. ആ ഖുർആനിന്റെ വിശദീകരണമായ പ്രവാചകന്റെ അധ്യാപനങ്ങളും മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം. ഖുർആൻ അദ്ദിക്റാണ്. ഈ ഖുർആനിന്റെ ആശയങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിളിക്കുന്നത് കാഫിറുകൾ എന്നാണ്. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യും കൂലി കിട്ടാൻ വേണ്ടി. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അൽ കഹ്ഫ് സൂറത്തിന്റെ ആശയം ഒന്ന് വായിച്ചു നോക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വഅറദനാ ജഹന്നമ യൗമഇദിൻ ലിൽ കാഫിരീന അറളാ. കാഫിരീങ്ങളിലേക്ക് ജഹന്നം എന്ന നരകത്തെ നാം കൊണ്ടുവരും. കാഫിർ എന്ന് കേട്ടപ്പോ വിചാരിച്ചു ഹിന്ദുക്കളിലേക്കായിരിക്കും കൊണ്ടുവരുന്നതെന്ന്, ക്രിസ്ത്യാനികളിലേക്കായിരിക്കും കൊണ്ടുവരുന്നതെന്ന് നാം കരുതിപ്പോകുന്നു. കാരണം കാഫിറുകളിലേക്ക് നരകത്തെ അടുപ്പിക്കുമെന്നല്ലേ അള്ള പറയുന്നത്. എന്നിട്ട് അല്ലാഹു ആ കാഫിറുകൾ ആരെന്ന് വിശദീകരിക്കുന്നു. അല്ലദീന കാനത അയ്യുനുഹും ഫീ ഗിതാഇൻ അൻ ദിക്രി വകാനൂ ലാ യസ്തതീഊന സംആ. എന്റെ ഈ അദ്ദിക്റിൽ നിന്ന്, ഈ ഖുർആനിന്റെ ആശയങ്ങളിൽ നിന്ന് ആരുടെ കണ്ണുകൾക്കാണോ മൂടി വന്നു പോയിട്ടുള്ളത്, ആരുടെ കാതുകൾക്കാണോ അത് കേൾക്കാൻ കഴിയാതെ പോയത്, വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങൾ കാണാതെ പോയ കാഫിറുകൾ ആരാണോ, വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങളിൽ നിന്ന് കാതുകൾ തിരിച്ചു കളഞ്ഞ കാഫിറുകൾ ആരാണോ, ആ കാഫിറുകളിലേക്ക് ജഹന്നം എന്ന നരകത്തിന് നാം അടുപ്പിക്കും. ആരായി കാഫിർ? ഏതാണ് ഈ കാഫിർ? ഹിന്ദുക്കളാണോ? ഹിന്ദുക്കളുമാകാം, ക്രിസ്ത്യാനികളുമാകാം, യഹൂദ നസാറാക്കളുമാകാം. അത് മാത്രമാണാകുള്ളൂ. വേദഗ്രന്ഥത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന, പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ അള്ളാഹു വിശേഷിപ്പിക്കുന്ന പേരെന്താ? മുജാഹിദ് പറയുന്നല്ല, അള്ളാഹു പറയുന്നതാ. അദ്ദിക്ർ എന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വേദഗ്രന്ഥത്തെ 100ഓളം സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തുന്നു. ഈ വേദഗ്രന്ഥത്തിന്റെ ആശയത്തിനാണ് അദ്ദിക്ർ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ പറ്റി സ്മരിക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് ആകെയുള്ള മാർഗം ഈ വേദഗ്രന്ഥവും ആ വേദഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളുമാണ്. ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന കാഫിറുകളിലേക്ക്, അതിന്റെ ആശയത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന കാഫിറുകളിലേക്ക് ജഹന്നം എന്ന നരകത്തിനെ നാം അടുപ്പിക്കും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, അള്ള ഈ പറഞ്ഞ കാഫിറിൽ ഞാൻ അകപ്പെട്ടിട്ടുണ്ടോ? അള്ളാന്റെ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ, ഖുർആൻ പഠിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി പഠിക്കാന്ന, ഖുർആൻ പഠിച്ചാൽ നമുക്ക് ആകെ തിരിയുന്നത് അള്ളാഹുവിനെ പറ്റിയിട്ടാണ്, അള്ളാഹുവിനോടുള്ള കടപ്പാടുകളാണ്. അള്ളാഹുവിനോടുള്ള കടപ്പാടുകളിൽ വീഴ്ച പറ്റിയവർക്ക് ഉണ്ടാകേണ്ടി വരുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളുമാണ്. അള്ളാഹുവിന്റെ കടപ്പാടുകൾ പാലിച്ചവർക്ക് അനുഭവിക്കാൻ പോകുന്ന ശാശ്വതമായ സുഖ സൗകര്യങ്ങളുമാണ് നമ്മൾ പരിശുദ്ധ ഖുർആനിലൂടെ പഠിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന കാഫറുകൾ അള്ളാഹു തആല പഠിപ്പിക്കുന്നു. ആ കാഫറുകളിലേക്ക് ജഹന്നം എന്ന നരകത്തിനെ നാം അടുപ്പിക്കും. വീണ്ടും അല്ലാഹു പറയുന്നു, നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ പണ്ഡിതന്മാരെ കൊണ്ടുവരും, എന്നിട്ട് ദുആ അർപ്പിക്കും. എന്തിനാ ദുആ അർപ്പിക്കുന്നേ? ഉപ്പയുടെ ഖബർ സന്തോഷത്തിലാകണം, ഉമ്മയുടെ ഖബർ സന്തോഷത്തിലാകണം, ഖബർ ജീവിതം ശോഭനമാകണം, സ്വർഗീയ കവാടങ്ങൾ എന്റെ ഉമ്മയുടെ ഖബറിലേക്ക് തുറക്കപ്പെടണം, എന്റെ ഉപ്പയുടെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടണം. എന്റെ ഉമ്മയും ഉപ്പയും എന്റെ സഹധർമ്മിണിയും എന്നിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എന്റെ സഹോദരങ്ങളും സ്വർഗീയ ആനന്ദങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി നാം തൽഖീനോതുന്നു. അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ഇറക്കുന്നു, മരണപ്പെട്ടവർക്ക് വേണ്ടി നാം അടിയന്തരം നടത്തുന്നു, ഏഴ് കഴിക്കുന്നു, കണ്ണൂക്ക് കഴിക്കുന്നു, പലതരത്തിലുള്ള ആചാരങ്ങളും കഴിക്കുന്നു. അതുപോലെ പണ്ഡിതന്മാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? ഈ മനുഷ്യന്റെ സഹോദരന്റെയും സഹോദരിയുടെയും ഖബറിനെ നീ വിശാലമാക്കണേ അല്ലാ,
ഈ കിടക്കുന്ന സഹോദരന്റെ ഖബറിലേക്ക് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. ചുറ്റും കൂടി നിൽക്കുന്ന മക്കൾ ആമീൻ പറയുന്നു. നമുക്ക് സന്തോഷമായി. നമ്മുടെ ഉപ്പയുടെ ഖബർ സ്വർഗത്തോപ്പായി എന്ന് നമ്മൾ ധരിക്കുന്നു. ഉമ്മയുടെ ഖബർ സ്വർഗത്തിന്റെ പൂങ്കാവനമായി എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനേ, ഖബർ സ്വർഗ പൂന്തോപ്പാവാൻ എന്താണ് മാർഗമുള്ളത്? ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗമുള്ളത്? വേറൊരു മാർഗവുമില്ല. അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പഠിക്കലാണ് അതിനുള്ള മാർഗം. അടിയന്തരം നടത്തിയതുകൊണ്ട്, 40 കഴിച്ചതുകൊണ്ട്, കണ്ണോക്ക് കഴിച്ചതുകൊണ്ട്, ആണ്ട് നേർച്ച നടത്തിയതുകൊണ്ട്, പള്ളിയിലെ ഉസ്താദിനെയും മുക്രിയെയും വിളിച്ചുകൊണ്ടുവന്ന് ദുആ ഇറപ്പിച്ചതുകൊണ്ട്, ഖബറിന്റെ മുകളിൽ ഇരുന്ന് തൽക്കീൻ ഓതിയതുകൊണ്ട് ഖബർ ജീവിതം സന്തോഷകരമാവുകയില്ല. അള്ളാഹു പഠിപ്പിക്കുന്നു, വമൻ അഅറള അൻ ദിക്രി, ആരാണോ എന്റെ ഈ അദ്ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്, ഈ വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങളിൽ നിന്ന് ആരാണോ തിരിഞ്ഞു കളയുന്നത്, ഫഇന്ന ലഹു മഈശത്തൻ ലങ്കാ, അവന് ഇടുങ്ങിയതായ ജീവിതമുണ്ട്. അവന്റെ ഖബറിൽ അവനെ ഇടുക്കും. തുടർന്ന് അല്ലാഹു മഹ്ശറയെ പറ്റിയാണ് പറയുന്നത്, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ഖിയാമത്ത് നാളിൽ അവൻ അന്ധനായി ഒരുമിച്ച് കൂടുകയും ചെയ്യും. ഖിയാമത്ത് നാളിൽ അവൻ അന്ധനായി കൊണ്ട് അല്ലാഹു കൊണ്ടുവരും. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാനും അള്ളാഹുവിനെ സ്മരിക്കാനും നമ്മുടെ മുന്നിൽ ആകെയുള്ള മാർഗം ഈ വേദഗ്രന്ഥമാണ്, അദ്ദിക്റാകുന്ന പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കളഞ്ഞാൽ നമ്മുടെ ഖബറിൽ നമ്മൾ ശിക്ഷിക്കപ്പെടും. മഹ്ശറയിൽ അന്ധന്മാരായി നമ്മൾ കടന്നുവരും. അള്ളാഹു പറയുന്നു, ആ സമയത്ത് അന്ധനായി കടന്നു വരുന്ന മനുഷ്യൻ അള്ളാഹുവിനോട് പറയും, എന്താ പറയുന്നത്? റബ്ബി ലിമ ഹശർതനീ അഅമാ, എന്തിനാണ് റബ്ബേ നീ എന്നെ അന്ധനായി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വഖദ് കുന്തു ബസീറ, ഞാൻ കാഴ്ചയുള്ളവനായിരുന്നുവല്ലോ. മുഹിയുദ്ദീൻ മാല പാടാൻ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ. റിഫായി മാല പാടാൻ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ. നഫീസത്തു മാല പാടാൻ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ. ബദർ മൗലൂദ് ചൊല്ലാനും പറയാനും പഠിക്കാനും എനിക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ. നിന്റെ ഖുർആനിന്റെ ആശയം പഠിക്കാൻ മാത്രമാണല്ലോ എനിക്ക് കാഴ്ചയില്ലാതിരുന്നത്. എന്റെ കാഴ്ചയെ ഞാൻ ഉപയോഗപ്പെടുത്താതിരുന്നത്, എന്റെ കേൾവിയെ ഞാൻ ഉപയോഗപ്പെടുത്താതിരുന്നത്, ബാക്കിയുള്ളതൊക്കെ കാണാൻ എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു. എന്റെ ചെവിക്ക് കാതിന് കേൾവി ശക്തി ഉണ്ടായിരുന്നുവല്ലോ. എന്തിനാണ് നീ ഈ മഹ്ശറയിൽ എന്നെ അന്ധനായി ഒരുമിച്ച് കൂട്ടിയത് നാഥാ? എന്തിനാണ് നീ ഇവിടെ എന്നെ അന്ധനായി കൊണ്ടുവന്നത് അല്ലാ? ആ സമയത്ത് അല്ലാഹു പറയുന്ന മറുപടി, ഖാല കദാലിക അതത്ക ആയാതുനാ, നിന്നിലേക്ക് നമ്മുടെ ആയത്തുകൾ വന്നില്ലയോ? നമ്മുടെ ഖുർആൻ, എന്നെ പറ്റി മനസ്സിലാക്കാനുള്ള ഖുർആൻ, എന്നോടുള്ള കടമകൾ പഠിപ്പിക്കുന്ന ഖുർആൻ, എന്നോടുള്ള കടമകൾ പാലിച്ചവർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളാകുന്ന സ്വർഗത്തെപ്പറ്റി വിവരിക്കുന്ന ഖുർആൻ, എന്നോടുള്ള കടമകൾ പാലിക്കാത്തവർ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങൾ വിവരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നീ വന്നില്ലയോ? നിന്നിലേക്ക് വന്നില്ലയോ? നീ അതിനെ അവഗണിച്ച് ജീവിച്ചില്ലേ? കദാലിക്കൽ യൗമ തുൻസാ, അപ്രകാരം നിന്നെ ഞാൻ അവഗണിച്ചിരിക്കുന്നു. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കുക, വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിന്റെ ആശയം പഠിച്ചെങ്കിലേ നമുക്ക് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കുന്ന, അള്ളാഹുവിനോടുള്ള കടമകൾ പഠിപ്പിക്കുന്ന, അള്ളാഹുവിനോടുള്ള കടമകൾ പാലിച്ചവരെ പറ്റിയും അവർ അനുഭവിക്കാൻ പോകുന്ന സൗകര്യങ്ങളെ പറ്റിയിട്ടും അവർ അനുഭവിക്കാൻ പോകുന്ന സുന്ദരമായ സ്വർഗീയ ജീവിതത്തെയും വിവരിക്കുന്ന, അള്ളാഹുവിനോടുള്ള കടമകളും കടപ്പാടുകളും പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ആളുകൾ അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളും കഠിനമായ ശിക്ഷയും വിവരിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അവഗണിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ, അതിന്റെ ആശയം അവഗണിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ഖബറിൽ നമ്മളെ ഇടുക്കപ്പെടുന്നു. ഖബർ നരകത്തിന്റെ കുണ്ടായി മാറുന്നു. മഹ്ശറയിൽ അന്ധന്മാരായി നമ്മൾ ഒരുമിച്ച് കൂടേണ്ടി വരുന്നു. മഹ്ശറയിൽ അന്ധന്മാരായി കടന്നു വരേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നു. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. അള്ളാഹു ഖുർആനിനെ പരിചയപ്പെടുത്തുന്ന അദ്ദിക്ർ എന്നാണ്. ഈ ഖുർആനിന്റെ ആശയത്തിലൂടെ വേണം നമ്മൾ അള്ളാഹുവിനെ സ്മരിപ്പിക്കാൻ. ഖുർആനിന്റെ ആശയത്തിലൂടെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എന്നില്ലാതെയാകുന്നുവോ അന്നായിരിക്കും ഖിയാമത്ത് നാൾ ഉണ്ടാവുക. കേവലം അള്ളാഹ് എന്ന് പറയുന്ന മനുഷ്യനല്ല, സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എന്തെങ്കിലും ഒരു അള്ളാഹ് എന്ന് പറയുന്ന മനുഷ്യനല്ല.
കാരണം അറേബ്യൻ നാടുകളിലൊക്കെ പോയാലും അള്ളാഹുവിന് ക്രിസ്ത്യാനികളും യഹൂദികളും ഒക്കെ പറയുന്ന പേര് അള്ളാഹ് എന്ന് തന്നെയാണ്. അപ്പൊ അള്ളാഹ് എന്ന പേരവര് പറയും. പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തപ്പെടുന്ന അള്ളാഹുവിനെ ഖുർആനിന്റെ ആശയത്തിലൂടെ സ്മരിക്കുന്ന ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ എന്ന് ഇല്ലാതെയാകുന്നു അന്നായിരിക്കും ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യമുണ്ടാകുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഖുർആനിനെ ഈ രൂപത്തിൽ നമ്മൾ കാണണം. അദ്ദിക്റാണ് ഖുർആൻ. അള്ളാഹുവിനെ സ്മരിക്കേണ്ടത്, അള്ളാഹുവിനെ പറ്റി അറിയേണ്ടതും പഠിക്കേണ്ടതും ഈ ഖുർആനിന്റെ ആശയത്തിലൂടെയാണ്.